വരൂ, നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. 1968 ജൂലൈയിലെ അഖണ്ഡ ജ്യോതിയുടെ താളുകളിലേക്ക്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന, കാലത്തെ അതിജീവിക്കുന്ന ആ ജ്ഞാനത്തെ നമുക്കൊന്നടുത്തറിയാം. ഒറ്റനോട്ടത്തിൽ ഇതൊരു പഴയ മാസികയുടെ താളുകളായി തോന്നാം, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മുടെ ആത്മാവിനു വേണ്ടിയുള്ളൊരു വഴികാട്ടിയാണ്. അതിനെ പരിപോഷിപ്പിക്കാനും ശരിയായ ദിശ കാണിച്ചു തരാനുമുള്ള അറിവിന്റെ ഒരു വലിയ ഉറവിടം. ഈ അമൂല്യമായ വാക്കുകൾ നമുക്ക് നൽകിയത് മറ്റാരുമല്ല, ആദരണീയനായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവാണ്, ആ ഉൾക്കാഴ്ചകളാണ് ഈ യാത്രയിലുടനീളം നമുക്ക് വെളിച്ചം തരുന്നത്. അപ്പോ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കിയാലോ? 5 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം തേടും. പിന്നെ എങ്ങനെയാണ് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയെന്ന് നോക്കും. അത് കഴിഞ്ഞ് ഈ വഴിയിൽ നമ്മളെ സഹായിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. അത് കഴിഞ്ഞ് ഈ അറിവൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും അവസാനം ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ തുടങ്ങാമെന്നും നമ്മൾ കാണും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ശാശ്വതമായ ജ്വാലയുടെ ജ്ഞാനം. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, അല്ലേ? എന്താണ് ഈ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു അർത്ഥം? ആ ഒരു അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ഈ യാത്രയുടെ ആത്യന്തിക ലക്ഷ്യം മുക്തി അഥവാ വിമോചനമാണ്. പക്ഷേ മുക്തിക്കലെ പ്രയത്നം എന്ന അധ്യായത്തിൽ പറയുന്ന പോലെ ഇതൊരു ഒളിച്ചോട്ടമല്ല. നമ്മൾ ലോകം ഉപേക്ഷിച്ചെങ്ങോട്ടും പോകുന്നില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ പൂർണ്ണമായി പുറത്തുകൊണ്ടുവരികയാണ്. ഒരു വിത്ത് മനോഹരമായൊരു പൂവായി മാറുന്നില്ലേ? അതുപോലെ എല്ലാ പരിമിതികളെയും മറികടന്ന് നമ്മൾ പൂർണ്ണമായി വികസിക്കുന്ന ഒരവസ്ഥ, അതാണ് മുക്തി. അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ അവിടെ എത്തും? ദൈവവുമായി ഒരു ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്കെങ്ങനെ കഴിയും? അതിന്റെ അടിസ്ഥാനം എന്താണ്? വരൂ, നമുക്കതെന്താണെന്ന് നോക്കാം. ഇവിടെയാണ് സാധനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സദ്ഗുണസാധന, സച്ചി ഈശ്വർ പൂജ എന്ന ഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധന എന്ന് പറയുന്നത് കുറേ പൂജകളും ചടങ്ങുകളും മാത്രമല്ല. യഥാർത്ഥ ഈശ്വര പൂജ എന്താണ്? അത് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും നല്ല ഗുണങ്ങൾ, അതായത് സദ്ഗുണങ്ങൾ, ബോധപൂർവം വളർത്തിയെടുക്കുന്നതാണ്. അപ്പോ ഈ ബന്ധത്തിന്റെ കാതൽ എന്തായിരിക്കും? പ്രേമാസാധന ഹമേം പരമാത്മാസേ മിലാദേത്തി ഹേ എന്ന അധ്യായം പറയുന്നു. അത് സ്നേഹമാണ്. സ്നേഹമെന്നു പറയുന്നത് വെറുമൊരു വികാരമല്ല, അതൊരു ശക്തമായ സാധനയാണ്. നമ്മൾ സ്നേഹം പരിശീലിക്കുമ്പോൾ അത് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു, ഒന്നിപ്പിക്കുന്നു. ഇനി ഈ ആത്മീയ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് വഴിതെറ്റാതിരിക്കാൻ ചില മാർഗനിർദ്ദേശങ്ങൾ വേണ്ടേ? ഒരു വിളക്കുപോലെ നമ്മുടെ വഴിയിൽ വെളിച്ചം വീശുന്ന ചില തത്വങ്ങളുണ്ട്. നമുക്ക് അവയെ ഓരോന്നായി പരിചയപ്പെടാം. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നറിയാമോ? സത്യം, ശിവം, സുന്ദരം, ഹമാരാ പരം ലക്ഷ്യ എന്ന അധ്യായം പറയുന്നതനുസരിച്ച് അത് സത്യം, ശിവം, സുന്ദരം എന്നിവയെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുക എന്നതാണ്. ഈ 3 വാക്കുകൾ കേവലം വാക്കുകളല്ല, അവ 3 വലിയ തൂണുകളാണ്. സത്യം, അതായത് പരമമായ സത്യത്തെ തേടുക. ശിവം എന്നുവെച്ചാൽ ലോകത്തിന് മുഴുവൻ നന്മയും ക്ഷേമവും വരുത്തുക. പിന്നെ സുന്ദരം, അതായത് ദിവ്യമായ സൗന്ദര്യത്തെ കണ്ടെത്തുകയും ആസ്വദിക്കുകയും ചെയ്യുക. ഇവ 3ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണോ നമ്മൾ സത്യസന്ധമായി ലോകനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സൗന്ദര്യം നിറയും. അങ്ങനെയാണിതൊരു സമ്പൂർണ്ണ ജീവിത ദർശനമായി മാറുന്നത്. ഇവിടെയാണ് ചൽത്തേ രഹോ എന്ന തത്വം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അതിന്റെ അർത്ഥം നടന്നുകൊണ്ടേയിരിക്കുക എന്നാണ്. ഒരിടത്ത് നിന്നുപോയാൽ ആത്മീയമായി നമ്മൾ മുരടിച്ചു പോകും. അതൊരു നിഷ്ക്രിയമായ ജീവിതമാണ്. എന്നാൽ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നാലോ, അവിടെയാണ് നിരന്തരമായ വളർച്ചയും ലക്ഷ്യബോധമുള്ള ഒരു ജീവിതമുണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും മുന്നോട്ട്. ഈ യാത്രയിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും സത്യസന്ധമായിരിക്കണമെന്ന് സച്ചായി ജീവൻ കി സർവശ്രേഷ്ഠ രീതി നീതി എന്ന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്തുതന്നെ ആയാലും ജീവിതത്തിലെ ഏറ്റവും മികച്ച നയം സത്യസന്ധത തന്നെയാണ്. ശരി, നമ്മളിപ്പോൾ ഒരുപാട് തത്വങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്തത് ഈ അറിവൊക്കെ എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാമെന്നതാണ്. അതാണ് 4ാമത്തെ ഭാഗം, ആത്മീയ ജീവിതത്തിന്റെ കല. കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് തന്നെ എന്ത് വിലയാണ് കൊടുക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. അപ്നാ മൂല്യ ആഭ്ഹീന ഗിരായൻ എന്നതിലെ ഈ ചോദ്യം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനിയൊരു ചോദ്യം കൂടി. നിങ്ങൾ ദിവസങ്ങൾ വെറുതെ തള്ളി നീക്കുകയാണോ? അതോ ഓരോ ദിവസവും മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? ജീവൻ കാട്ടിയം നഹീം ഉസെ ഉത്കൃഷ്ട ബനായിൻ എന്ന തത്വം നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമാക്കുന്നത്? അതിന് ചില വഴികളുണ്ട്. ഒന്നാമതായി
ഓർക്കുക, നമ്മുടെ ആത്മീയ പുരോഗതി ശരിയായ അറിവിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. 2. ഒരിക്കലും സ്വയം വില കുറച്ച് കാണരുത്. നമ്മുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. 3. ശാരീരികമായ ശുചിത്വത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. കാരണം പുറമേയുള്ള ശുദ്ധി നമ്മുടെ ഉള്ളിലെ ശുദ്ധിയുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ദാമ്പത്യ ജീവൻ കോ സഫൽ ബനാനെ വാലെ കുച്ച് സ്വർണസൂത്ര എന്ന ഭാഗം ദാമ്പത്യത്തെ ഒരു ആത്മീയ പങ്കാളിത്തമായിട്ടാണ് കാണുന്നത്. അത് വിജയകരമാക്കാൻ 4 സുവർണ നിയമങ്ങളുണ്ട്. പരസ്പരം ബഹുമാനിക്കുക, ഒരേ ആത്മീയ ലക്ഷ്യങ്ങൾ വയ്ക്കുക, ഒരുമിച്ച് യോജിപ്പോടെ മുന്നോട്ടു പോവുക, പിന്നെ ഏത് പ്രതിസന്ധിയിലും താങ്ങും തണലുമായി കൂടെ നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇതെല്ലാം ചേർത്തുവെച്ച് നമ്മുടെ സ്വന്തം യാത്ര എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗം. നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു. അപ്പോ ഈ പ്രകാശപൂർണമായ വഴിയുടെ ഒരു സംഗ്രഹം നോക്കാം. ആദ്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുക. അത് മുക്തിയാണ്. പിന്നെ സദ്ഗുണങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും ആ ലക്ഷ്യത്തിലേക്കൊരു ബന്ധം സ്ഥാപിക്കുക. സത്യം, ശിവം, സുന്ദരം എന്ന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുക. തളർന്നു പോകാതെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഒരു മികച്ച ജീവിതം ജീവിച്ചു പരിശീലിക്കുക. അപ്പോ ഈ അറിവിന്റെ വെളിച്ചത്തിൽ എനിക്കിനി നിങ്ങളോട് ഒരു ചോദ്യമേ ഉള്ളൂ. നമ്മൾ കേട്ട ഈ ശാശ്വതമായ ജ്ഞാനത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്ന ആ ഒരൊറ്റ നല്ല ഗുണമേതാണ്? ഒന്നാലോചിക്കൂ. ആ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ യാത്ര തുടങ്ങട്ടെ.